नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। तो आज हम विज्ञान क्या है नामक पाठ का बाकी भाग पढ़ेंगे। ओके, तो पेज नंबर 67 पहला पैराग्राफ देखो। कुछ लोगों ने बगले छांगना शुरू कर दिया। कुछ ने अपने ढंग से तर्क देने की कोशिश की, लेकिन आधा तीतर आधा बटेर। चंचला उनके तर्क से पूरी तरह सहमत नहीं हो पाई। एक बूढ़े व्यक्ति ने कहा, इसका जवाब तो विज्ञान ही दे सकता है। मुखिया जी के लिए अब एक नई पहेली सामने आ गई कि विज्ञान क्या है। उन्होंने हार नहीं मानी, वे जवाब ढूंढने में लगे रहे। तो देखो, कुछ लोगों ने बगले छांगना शुरू कर दिया। बगले छांगना, हम नीचे देखो, यह एक प्रयोग है। ഇതൊരു നമ്മൾ പഴഞ്ചൊല്ലില്ലേ മലയാളത്തിൽ പറയുമല്ലോ, ഏതൊക്കെയാണ്? അഴകുള്ള ചക്കയിൽ ചുളയില്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം, പിന്നെയോ എന്താണ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ, അണ്ണാൻ കുഞ്ഞും തന്നാലേ, അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മൾ പറയണ്ട. അപ്പം ആ ഓരോ പഴഞ്ചൊല്ലിൽ എന്തുണ്ട്, ഒരുപാട് മീനിങ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഹിന്ദിയിലും ഈ പറയുന്ന പോലുള്ള കുറേ പ്രയോഗങ്ങളുണ്ട്. മുഹാവരെ എന്ന് പറയും. ക്യാ ഹെ? മുഹാവരെ പഴഞ്ചൊല്ല്. അപ്പോൾ വൈസെ ഭി യഹാ ഏക് മുഹാവര ഹെ, ബഗലെ ഛാങ്കന മീൻസ് അണേബിൾ ടു ആൻസർ, അതായത് ഉത്തരം കഴിയാൻ പറ്റുന്നില്ല, അതായത് ഉത്തരം പറയാത്തത്. അപ്പം നമുക്ക് താഴെ നോക്കാം, നോക്കിയതോ, ബഗലെ ഛാങ്കന കാ അർത്ഥ ഹെ ജവാബ് ന ദേ സക്ന, അതായത് ഉത്തരം പറയാത്ത അവസ്ഥ, അല്ലെങ്കിൽ പറയുന്നില്ല എന്നുള്ളതാണ് അണേബിൾ ടു ആൻസർ. കുച്ച് ലോഗോനെ ബഗലെ ഛാങ്കന ശുരു കർ ദിയ, കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഉത്തരവൊന്നും പറഞ്ഞില്ല. കുച്ചിനെ അപ്പനെ ഢങ് സെ തർക്ക് ദേനെ കി കോശിഷ് കി. കുച്ചിനെ അപ്പനെ ഢങ് സെ, ഢങ് ക്യാ ഹെ? ഢങ് എന്ന് വെച്ചാൽ അവരവരുടേതായ രീതിയിൽ. തർക്ക് ദേനെ, തർക്ക് ദേന, തർക്ക് കാ അർത്ഥ ക്യാ ഹെ? ആർഗ്യുമെന്റ്. ക്യാ ഹെ? വാദ പ്രതിവാദം, തർക്ക്. देखो, तर्क का अर्थ क्या है? ആർഗ്യുമെന്റ്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തുകയുണ്ടായി. അതായത് അവർ പറയുന്ന ഭാഗമാണ് ശരി, അല്ല അടുത്ത ആൾ പറയുന്ന ഭാഗമാണ് ശരി എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറയാൻ തുടങ്ങി. കോശിഷ് ക്യാ ഹെ? കോശിഷ് കാ അർത്ഥ ഹെ ട്രൈ, ട്രൈ ചെയ്യുക. ലേക്കിൻ ആധാ തീത്തർ ആധാ ബടേർ, എന്നാൽ ആധാ തീത്തർ और आधा बटेर, देखो यहाँ नीचे बेमेल जवाब देना. क्या है? बेमेल ജവാബ് ദേന എന്ന് വെച്ചാൽ എന്താ? പരസ്പര ബന്ധമില്ലാത്ത ഉത്തരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ തുടങ്ങി. ചഞ്ചല ഉൻകെ തർക്ക സെ പൂരി തരഹ സഹമത് നഹി ഹോ പായി. ചഞ്ചല ഉൻകെ തർക്ക സെ, അതായത് ഈ പറയുന്ന ആൾക്കാരുടെ ആ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് എന്താണ്, ഈ കുട്ടിക്ക് അങ്ങോട്ട് അത് ദഹിച്ചില്ല. അതായത് ഇവർ പറയുന്നതിനകത്ത് അല്പം പോലും വസ്തുതയില്ല എന്നുള്ള കാര്യം കുട്ടിക്ക് മനസ്സിലായി. അപ്പം ആ കുട്ടി എന്ത് ചെയ്തില്ല, അത് എഗ്രി ചെയ്തില്ല. സഹമത് കാ അർത്ഥ ക്യാ ഹെ? എഗ്രി. സഹമത്, എഗ്രി. देखो यहाँ സഹമത് മാനെ എഗ്രി. കുട്ടി അതെന്ത് ചെയ്തില്ല, സഹമത് നഹി ഹോ പായി, അവള് അതൊന്നും തന്നെ എഗ്രി ചെയ്തില്ല. एक बूढ़े व्यक्ति ने कहा, ഒരു വൃദ്ധനായ ആൾ പറഞ്ഞു. ബൂഢേ വ്യക്തി ക്യാ ഹെ? ഓൾഡ് മാൻ, ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ പറഞ്ഞു, इसका जवाब तो विज्ञान ही दे सकता है. इसका ജവാബ്, ഇതിൻ്റെ ഉത്തരം സയൻസിന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. ഇതിൻ്റെ ഉത്തരം സയൻസിന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. മുഖ്യ ജി കെ ലിയെ അബ് ഏക് നയി പഹേലി സാമനെ ആ ഗയി कि विज्ञान क्या है. അപ്പോൾ നമ്മുടെ മുഖ്യ का अर्थ क्या है? मैंने पहले ही बताया, मुख्य का अर्थ है ദ ഹെഡ്. അപ്പോൾ നമ്മുടെ ഈ മുഖ്യ തലവൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പുതിയൊരു ചോദ്യചിഹ്നം പോലെ, അല്ലെങ്കിൽ പുതിയൊരു പ്രശ്നം പോലെ നമ്മുടെ ഈ പഹേലി വന്നു നിന്നു. പഹേലി का अर्थ है പസിൽ. क्या है? പഹേലി, പസിൽ. നിങ്ങൾക്കറിയില്ലേ പസിൽ? എല്ലാവരും പസിൽ പത്രത്തിൽ, ന്യൂസ് പേപ്പറിലൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെറിയ ചെറിയ ബാലമാസികകളിലൊക്കെ വരാറുണ്ട് പസിൽ അല്ലേ. അതിങ്ങനെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് പസിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വിജ്ഞാൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുന്നിലൊരു പസിലായിട്ട്, ഒരു ചോദ്യചിഹ്നം പോലെ, അല്ലെങ്കിൽ ഒരു കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ വന്നു നിന്നു. ഉന്നോനെ ഹാർ നഹി മാനി.
പക്ഷെ അദ്ദേഹം തൻ്റെ പരാജയം സമ്മതിച്ചു കൊടുത്തില്ല. ഹാർ ക്യാ ഹെ, ഹാർ കാ മത്ലബ് ഹെ പരാജയം അല്ലേ. അദ്ദേഹം ഒട്ടും തോറ്റെടുക്കാൻ തയ്യാറായില്ല. വേ ജവാബ് ഢൂണ്ഡ്നെ മേ ലഗേ രഹേ. അദ്ദേഹം എന്ത് ചെയ്തു? ജവാബ് ക്യാ ഹെ, ഉത്തർ ഢൂണ്ഡ്നെ മേ ലഗേ രഹേ. അദ്ദേഹം അതിൻ്റെ ആൻസർ, ഉത്തരം എന്താണെന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. तो अगला पैराग्राफ देखो. संयोग से उन्हीं दिनों किसी दूसरे गांव से एक व्यक्ति उनके घर किसी काम से आया. बातों बातों में उन्हें पता चला कि वह व्यक्ति विज्ञान पर शोध कार्य करता है. फिर क्या था? मुखिया जी को ऐसा लगा जैसे किसी अंधे के हाथ बटेर लगा गया हो. उन्होंने उस व्यक्ति की खूब अवभगत की. फिर अपनी पुत्री की जिज्ञासा उसके सामने रखी. इसी उत्साह में उन्होंने अपनी पुत्री को भी बुला लिया. चंचला ने उससे पूछा, क्या आप बता सकते हैं कि सभी चीज़ें हमेशा नीचे ही क्यों गिरती है? അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? സംयोग से उन्हीं दिनों किसी दूसरे गांव से एक व्यक्ति उनके घर किसी काम से आया. സംयोग से माने एक കോയിൻസിഡൻസ്, അതായത് യാദൃച്ഛികയാൽ കിസി ദൂസരെ, ഏതോ ഒരാൾ, കിസി ദൂസരെ ഗാവ് സേ എക് വ്യക്തി, ഏതോ ഒരു വ്യക്തി എന്ത് ചെയ്തു? മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഉസ്കെ ഘർ, നമ്മുടെ മുഖ്യാജിയുടെ വീട്ടിലേക്ക്, കിസി കാം സേ ആയ, എന്തോ ഒരു ആവശ്യത്തിനായിട്ട്, എന്തോ ഒരു ജോലിക്കായിട്ട്, എന്തോ ഒരു ആവശ്യത്തിനായിട്ട് വന്നു. ദേഖോ, സംയോഗ കാ അർത്ഥ ഹെ ബൈ കോയിൻസിഡൻസ്, അതായത് യാദൃച്ഛികയാൽ മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് ഒരു വ്യക്തി എന്തോ ഒരു ജോലി, അദ്ദേഹത്തെ മുഖ്യാജിയെ കണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാനായിട്ട് ഈ ഗ്രാമത്തിലേക്ക് വന്നു. ബാത്തോ ബാത്തോ മേ ഉന്നെ പതാ ചലാ കി വഹ വ്യക്തി വിജ്ഞാൻ പർ ശോധ കാര്യ കർത്താ ഹെ. ബാത്തോ ബാത്തോ മേ, അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പതാ ചലാക്കി, അദ്ദേഹത്തിന് മനസ്സിലായി. ആർക്ക് മനസ്സിലായി? മുഖ്യാജിക്ക് മനസ്സിലായി. വഹ വ്യക്തി, ആ വന്ന വ്യക്തി, വിജ്ഞാൻ പർ ശോധകാര്യ കർത്താ ഹെ. വിജ്ഞാൻ, ഈ സയൻസിൽ എന്ത് ശോധകാര്യ ക്യാ ഹെ? റിസർച്ച് വർക്ക്. ക്യാ ഹെ ശോധകാര്യ? റിസർച്ച് വർക്ക്, ശോധകാര്യം. शोध हाइफन कार्य, शोध कार्य माने റിസർച്ച് വർക്ക്. क्या है? ശോധകാര്യ का अर्थ है റിസർച്ച്. അതായത് അദ്ദേഹം എന്തോ ഈ ഒരു സയൻസുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിൽ റിസർച്ച് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായി. फिर क्या था? പിന്നീട് എന്താ സംഭവിച്ചേ? മുഖ്യ ജി കോ ऐसा लगा जैसे किसी अंधे के हाथ बटेर ലെഗ് ഗയാഹോ. അപ്പോൾ മുഖ്യാജിക്ക് തോന്നി എന്താണ്? പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, കിസി അന്ധേ കെ ഹാത്ത് ബട്ടേർ ലെഗ് ഗയാഹോ. ദേഖോ യഹാ നീचे, अंधे के हाथ बटेर लगना का अर्थ है अयोग्य व्यक्ति को कोई मूल्यवान वस्तु या पद मिल जाना. अयोग्य व्यक्ति को कोई मूल्यवान वस्तु या पद मिल जाना. ഏതെങ്കിലും അയോഗ്യനായിട്ടുള്ള വ്യക്തിക്ക് എന്തെങ്കിലും മൂല്യമുള്ള വസ്തുവോ സാധനമോ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പറയില്ലേ, കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുക എന്നൊക്കെ പറയുമല്ലോ. എന്ന് പറഞ്ഞതുപോലെയായി ആർക്ക്? നമ്മുടെ മുഖ്യാജിക്ക് പെട്ടെന്ന് തോന്നി. उन्होंने उस व्यक्ति की खूब आवभगत की. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ വന്ന ആളെ നല്ലതുപോലെ എന്ത് ചെയ്തു? ആവ് ഭഗത് का अर्थ है वेलकम. क्या है? वेलकम ചെയ്തു, നന്നായി സ്വാഗതം ചെയ്തു. उसका अगला हिंदी शब्द है स्वागत. देखो, आव भगत. സ്വാഗത് നമുക്കറിയാവുന്ന ശബ്ദമാണ് അല്ലേ? സ്വാഗത്, वेलकम, स्वागत यानी आवभगत. तो उन्होंने उस व्यक्ति की खूब आवभगत की. फिर अपनी पुत्री की जिज्ञासा उसके सामने रखी. എന്നിട്ടോ തൻ്റെ മകളുടെ ആ ജിജ്ഞാസ, കുട്ടിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഏത് കാര്യത്തെക്കുറിച്ചാണ്? എന്തുകൊണ്ടാണ് സാധനങ്ങൾ താഴേക്ക് വീഴുന്നതെന്ന് അതിനെക്കുറിച്ച് കുട്ടിക്ക് അറിയണം അല്ലേ? അപ്പോൾ കുട്ടിയുടെ ആ ഒരു ജിജ്ഞാസ എടുത്തിട്ട്, ആ ക്യൂരിയോസിറ്റി അയാൾ ഈ വ്യക്തിയുടെ, നമ്മുടെ മുഖ്യജി ഈ വ്യക്തിയുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. ഇസി ഉത്സാഹ കാ അർത്ഥ ഹെ എക്സൈറ്റ്മെൻറ്റ്.
क्या है उत्साह? एक्साइटमेंट. इसी उत्साह में उन्होंने अपनी पुत्री को भी बुला लिया. അപ്പോൾ ഇദ്ദേഹത്തിന് സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമെന്ന് കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റ് കാരണം അദ്ദേഹം തൻ്റെ മകളെ എന്ത് ചെയ്തു? വിളിച്ചു. ബുലാലിയ. അപ്പനി ബേട്ടി കോ ഭി ബുലാലിയ. തൻ്റെ മകളെ കൂടി വിളിച്ചു. ചഞ്ചലാനെ ഉസ്സെ പൂച്ച. എന്നിട്ട് ചഞ്ചല അയാളോട് ചോദിച്ചു, ക്യാ ആപ് ബതാ സക്തേ ഹേ? എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ബതാ സക്തേ ഹേ ആപ്? താങ്കൾക്കിത് പറയാൻ കഴിയുന്നുണ്ടോ? കി എന്തുകൊണ്ടാണ് സഭി ചീസേം എല്ലാ വസ്തുക്കളും ഹമേശ നീച്ചെ ഹി ക്യോ ഗിർത്തി ഹേ? എല്ലാ വസ്തുക്കളും എന്തുകൊണ്ടാണ് എപ്പോഴും താഴേക്ക് തന്നെ വീഴുന്നത്? എന്തുകൊണ്ടാണിത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങാത്തത് എന്താണ് എന്ന് ആര് ചോദിച്ചു? ഇസ് ബേട്ടി മുഖ്യാജി की बेटी चंचला ने पूछा. तो एक और बार मैं वाचन करती हूँ. कुछ लोगों ने यहाँ देखो 3 मुहावरे हैं इस 2 पैराग्राफ में. बगले छांगना का अर्थ क्या है? अनेबल टू आंसर, यानी जवाब न दे सकना. और दूसरा मुहावरे है आधा तीतर आधा बटेर. आधा तीतर आधा बटेर, इसका अर्थ क्या है? बेमेल जवाब देना, कीवे मिसमैच, പരസ്പരം പൊരുത്തമില്ലാത്ത ഉത്തരങ്ങൾ നൽകുക. देन तीसरा मुहावरे है अंधे के हाथ बटेर. अंधे के हाथ बटेर का अर्थ क्या है? अयोग्य व्यक्ति को कोई मूल्यवान वस्तु या पद मिल जाना. ഓക്കെ. ബ്ലൈൻഡ് പേഴ്സൺ ഗെറ്റ് എ വാല്യുബിൾ തിങ്. അന്ധനായ വ്യക്തിക്ക് എന്തോ വാല്യുബിൾ ആയിട്ടുള്ള വസ്തു കിട്ടിയതുപോലെ എന്നുള്ളതാണ് ഈ 3 മുഹാവര. അപ്പോൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക, ഇതിൻ്റെ മീനിങ്ങും നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ इस पैराग्राफ में क्या बोला उन्होंने? ये प्रश्न, ये जिज्ञासा, अपनी बेटी की जिज्ञासा अपने गाँव के लोगों के सामने रख दिया, लेकिन किसी ने उसके जवाब नहीं दिया. आखिर क्या हुआ? किसी दूसरे गांव में एक व्यक्ति यहाँ आया और राजा से मुखिया से बातें करते वक्त उन्होंने बोला कि उन्हें विज्ञान में शोधकार्य करते हैं, അദ്ദേഹം സയൻസിൽ റിസർച്ച് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായി. तो उन्होंने अपनी बेटी की जिज्ञासा उसके सामने रखा और बेटी को भी बुला लिया. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഈ ജിജ്ഞാസ, കുട്ടിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ, കുട്ടിക്ക് അറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ട് കുട്ടിയെ വിളിച്ചു. तो उस बेटी ने क्या किया? उनसे पूछा कि आपको ये पता होगा कि क्यों ऐसे सभी चीज़ें हमेशा नीचे ही क्यों गिरती हैं? क्या आप बता सकते हो? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണ് ഈ വസ്തുക്കളൊക്കെ താഴേക്ക് വീഴുന്നത് എന്ന് ആര് ചോദിച്ചു? ഈ കുട്ടി ചോദിച്ചു അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബാക്കി ഹം അഗലെ ക്ലാസ് में पढ़ेंगे. धन्यवाद.